നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 8 നോ അവർ ലാൻഡ് 5ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം നാടറിയാം എന്ന പാഠഭാഗമാണ് നമ്മളിന്നിവിടെ പഠിക്കുന്നത്. നമ്മുടെ സ്വന്തം നാടായ കേരളത്തെക്കുറിച്ച് എല്ലാ കൂട്ടുകാർക്കും അടിസ്ഥാന വിവരങ്ങൾ അറിയാമെന്ന് വിചാരിക്കുന്നു. ധാരാളം വിശേഷണങ്ങളാൽ അറിയപ്പെടുന്ന നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, കേരവൃക്ഷങ്ങളുടെ നാട്, ഒരുപാട് സാംസ്കാരിക പൈതൃകമുള്ള നാട്, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ മനോഹാരിതയെ കുറിക്കുന്ന വരികൾ മാതൃവന്ദനം എന്ന കവിതയിൽ നിന്നും വള്ളത്തോൾ നാരായണ മേനോൻ്റെ 4 വരി കവിതകൾ തന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെ സൂചിപ്പിക്കുന്ന 4 വരി കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാപ്തി മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. സഹ്യപർവ്വതത്തെ വിശേഷിപ്പിക്കുകയാണ് ഇവിടെ കവി. പച്ചയാം വിരിപ്പിട്ട സഹ്യപർവ്വതവും അവിടെ തലവെച്ച് കിടക്കുന്ന നമ്മുടെ മാതൃഭൂമി, മാതൃരാജ്യം. മണൽത്തിട്ടയിലാണ് നമ്മുടെ അമ്മയുടെ കാൽപാദങ്ങൾ വച്ചിരിക്കുന്നത്. പാദോപദാനം പൂണ്ടിരിക്കുന്ന എവിടെയാണ്? മണൽത്തിട്ടയിലും. അങ്ങനെ പള്ളി കൊണ്ടിടുന്ന, വിശ്രമിക്കുന്ന, ഉറങ്ങുന്ന നിൻ്റെ അരികിൽ നിന്നെ കാത്ത് രക്ഷിക്കുന്നവരാണ് കുമാരിയും ഗോകർണേശനും, കന്യാകുമാരിയും ഗോകർണേശനും എന്നാണ് കവി അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ മനോഹാരിത എത്രത്തോളം ഉണ്ടെന്ന് ആ കവിതകളിൽ നിന്ന്, നമ്മുടെ ഹരിതാഭമാർന്ന പച്ചപ്പാർന്ന നമ്മുടെ പ്രകൃതി മനോഹാരിതയാണ് അവിടെ കവി വർണ്ണിക്കുന്നത്. റീഡ് ദ എക്സ്ട്രാക്ട് ഫ്രം വള്ളത്തോൾ നാരായണ മേനോൻസ് പോയം വിച്ച് ഡിസ്ക്രൈബ് ദ സീനിക് ബ്യൂട്ടി ഓഫ് കേരള. കേരളത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന കവിതാശകലമാണ് നമ്മളവിടെ വായിച്ചത്. ടു ദ ഈസ്റ്റ് ആർ ദ ടവറിംഗ് മൗണ്ടൻസ്, many rivers flowing from them, boats floating along backwaters, and to the west a long stretch of coastline, fields, plains, green everywhere, pleasant climate. അതായത് കിഴക്കുയർന്നു നിൽക്കുന്ന മലനിരകൾ, മൗണ്ടൻസ്. മെനി റിവേഴ്സ്, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ. അതുപോലെ ബോട്ട്സ് ഫ്ലോട്ടിംഗ് എലോങ് ബാക്ക്വാട്ടേഴ്സ്, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന, കായലുകളിലൂടെ ഒഴുകി നീങ്ങുന്ന വഞ്ചികൾ. ആൻഡ് ടു ദ വേസ്റ്റ് എ ലോങ് സ്ട്രെച്ച് ഓഫ് കോസ്റ്റ് ലൈൻ, പടിഞ്ഞാറ് നീണ്ടു പരന്ന് കിടക്കുന്ന കടൽ തീരം. ഫീൽഡ്സ്, വയലുകൾ. പ്ലെയിൻസ്, സമതല പ്രദേശങ്ങൾ, അതായത് നിരപ്പായ പ്രദേശങ്ങൾ. ഗ്രീൻ എവരിവെയർ, എവിടെ നോക്കിയാലും പച്ചപ്പ്. പ്ലസൻറ്റ് ക്ലൈമറ്റ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് അവർ കേരള. Are there any such features like hills, beaches, water bodies, etc. in your area? നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തും ഇതുപോലെ ഇത്തരം സ്ഥലങ്ങളും കുന്നുകളും കടൽ തീരങ്ങളും ജലാശയങ്ങളും തുടങ്ങിയ സവിശേഷതകളുണ്ടല്ലോ അല്ലേ കൂട്ടുകാരെ? നിങ്ങളുടെ പ്രദേശത്തും ഇതെല്ലാം ഉണ്ട്. The physiography of Kerala consists of diverse geographical features. വൈവിധ്യമാർന്ന, അതായത് വ്യത്യസ്തതയാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി. നൗ ലെറ്റ് us ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള. ഇവിടെ കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ കൊടുത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡിൽ പഠിച്ചതുപോലെ അവിടെ ഡയറക്ഷന്, മറ്റ് ഇൻഡെക്സ് ഒക്കെ നൽകിയിട്ടുള്ള ഒരു രൂപരേഖയാണ്. വാണിയംകുളം പഞ്ചായത്തിൻ്റേതാണ്. വാണിയംകുളം ഹാസ് എ ഫിസിയോഗ്രഫി കൺസിസ്റ്റിംഗ് ഓഫ് ഹിൽസ് ആൻഡ് പ്ലെയിൻസ് വിച്ച് ഈസ് ദ മേജർ റിവർ സീൻ ഇൻ ദ ഔട്ട്ലൈൻ. അപ്പം നന്നായിട്ട് ഈ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ മാപ്പ് സ്റ്റഡി ചെയ്യണം. എന്നാൽ മാത്രമേ ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ നൽകിയിരിക്കുന്ന ഡയറക്ഷൻ മനസ്സിലാക്കുക,
അത് നൽകിയിരിക്കുന്ന ചിഹ്നങ്ങൾ, ഇൻഡെക്സ് കൊടുത്തിരിക്കുന്ന ഓരോ ചിഹ്നവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എഴുതിയിരിക്കുന്നതൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. വാണിയംകുളം പഞ്ചായത്തിൻ്റേതാണ് ഒറ്റപ്പാലം, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലത്തിനടുത്തുള്ളതാണ് വാണിയംകുളം പഞ്ചായത്ത്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? വാണിയംകുളം ഹാസ് എ ഫിസിയോഗ്രഫി കൺസിസ്റ്റിംഗ് ഓഫ് ഹിൽസ് ആൻഡ് പ്ലെയിൻസ് വിച്ച് ഈസ് ദ മേജർ റിവർ സീൻ ഇൻ ദ ഔട്ട്ലൈൻ. കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ രൂപരേഖയിൽ കാണുന്ന പ്രധാന നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നദി ഒഴുകുന്നുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് നദിയുടെ പേര്. എന്താ? ഭാരതപ്പുഴ. അതെ, ഭാരതപ്പുഴയാണ് അവിടെ കൂടെ ഒഴുകുന്ന നദി. ഇതിന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതപ്പുഴ. ഇവിടെ ഇൻഡെക്സിൽ ഡിസ്ട്രിക്ട് ബൗണ്ടറി, പഞ്ചായത്ത് ബൗണ്ടറി, അതുപോലെ തന്നെ റെയിൽവേ ലൈൻ, റിവർ ഒക്കെ വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഇത് റിവർ ആണെന്നും ആ റിവറിൻ്റെ പേര് ഭാരതപ്പുഴ എന്നാണെന്നും നമുക്ക് ഇൻഡെക്സിൽ നിന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഭാരതപ്പുഴ ഫ്ലോസ് എലോങ് ദ സദേൺ ബോർഡർ ഓഫ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഫൈൻഡ് ഔട്ട് ദ മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് റൺസ് പാരലൽ ടു ഭാരതപ്പുഴ. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണെന്നാണ് ചോദ്യം. ഭാരതപ്പുഴയാണിത്. അവിടെ കൊടുത്തിരിക്കുന്ന ഗതാഗത മാർഗം നോക്കുക, ആ ചിഹ്നം ഇൻഡെക്സിൽ നോക്കുക. അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? റെയിൽവേ ലൈനാണ് കടന്നു പോകുന്നത്, അല്ലേ? റെയിൽവേ ലൈൻ. അപ്പോൾ ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി പാരലായിട്ട് കടന്നു പോകുന്ന ഗതാഗത മാർഗം റെയിൽവേ ലൈൻ. മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് ഓഫ് ദ പഞ്ചായത്ത് ആർ ദ കാച്ച്മെൻറ്റ് ഏരിയാസ് ഓഫ് ഭാരതപ്പുഴ. പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ്. ദ റിവർ ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് ഫിഷിംഗ്. ഈ നദി അവിടുത്തെ ജനങ്ങൾ എന്തിനായിട്ട് ഉപയോഗിക്കുന്നു? ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നു. ദ ഫെർട്ടൈൽ സോയിൽ അലോങ് ദ ബാങ്ക്സ് ഓഫ് ദ റിവർ കോൺട്രിബ്യൂട്ട്സ് ടു അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി. അതുകൂടാതെ ആ പുഴയുടെ തീരത്തോട് ചേർന്ന് വളക്കൂറുള്ള മണ്ണ് കാർഷിക അഭിവൃദ്ധിക്ക് അവർക്ക് സഹായിക്കുന്നു. ഹൗ ഡസ് ഭാരതപ്പുഴ ഇൻഫ്ലുവൻസ് ദ അഗ്രികൾച്ചർ, ഫുഡ് ഹാബിറ്റ്സ്, ട്രാൻസ്പോർട്ട് എക്സെട്ര ഓഫ് ദ പീപ്പിൾ ഇൻ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൃഷി, അതുപോലെ ജനങ്ങളുടെ ഭക്ഷണ രീതി, ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫെർട്ടൈൽ സോയിൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് ഭാരതപ്പുഴ ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അതായത് ഭാരതപ്പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ്. പിന്നെ മറ്റൊരു പോയിൻ്റ്, ദ റിവർ ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് ഫിഷിംഗ്. അവർ ആ പുഴയെ ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനുമായിട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ നമ്മളിവിടെ പറയുന്നുണ്ട്, ദ മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ദ റെയിൽവേ ലൈൻ റൺസ് പാരലൽ ടു ഭാരതപ്പുഴ, അല്ലേ? അപ്പോൾ ഭാരതപ്പുഴയ്ക്ക് പാരലായിട്ട് റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട്. സോ ദേ യൂസ്ഡ് ഫോർ ട്രാവൽ. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൂരയാത്ര, ഫോർ ദ ജേണീസിനൊക്കെ, യാത്രകൾക്കൊക്കെ അവർക്ക് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതായത് റെയിൽ ഗതാഗതത്തിൻ്റെ ആ സാമീപ്യം അടുത്തുള്ളത് കൊണ്ട് അത്തരം യാത്രകൾക്ക് ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കി നൽകാൻ റെയിൽവേ ലൈന് സാധിക്കുന്നു. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് എങ്ങനെയൊക്കെയാണ് കൃഷിയിലും ആഹാരകാര്യങ്ങളിലും ഗതാഗതത്തിലുമൊക്കെ സഹായിച്ചിരിക്കുന്നുവെന്നിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഉത്തരങ്ങൾ. We have familiarized ourselves with certain geographical features of വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ചില ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത്. ഹാവിൻറ്റ് യു ഒബ്സർവ്ഡ് ദാറ്റ് സച്ച് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ദ ലൈഫ് ഓഫ് പീപ്പിൾ ഓഫ് ദാറ്റ് പ്ലേസ് ഇൻ മെനി വേസ്. ഇത്തരം ഭൂമിശാസ്ത്ര സവിശേഷതകൾ ആ നാടിൻ്റെ ജനങ്ങളുടെ ജീവിതത്തെ പല രീതിയിലും സ്വാധീനിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കി. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, വേരിയസ് ക്രോപ്സ് ആൻഡ് ഒക്കുപ്പേഷൻസ് ഓഫ് ദ ഏരിയ വെയർ യു ലിവ് ഇൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, അവിടുത്തെ വിവിധ കൃഷികൾ, തൊഴിലുകൾ എന്നിവ പട്ടികപ്പെടുത്താനാണ് തന്നിരിക്കുന്ന ആക്ടിവിറ്റി. അപ്പോൾ എല്ലാ കൂട്ടുകാരും അവരവരുടെ പ്രദേശത്തെ ഭൂമിശാസ്ത്ര
സവിശേഷതകളും അവിടുത്തെ കൃഷി അഗ്രികൾച്ചറും അതുപോലെ ഒക്കുപ്പേഷനും ഒക്കെ അടയാളപ്പെടുത്തി മനസ്സിലാക്കി വെക്കുമല്ലോ. Aren't the agriculture and other occupations in your locality related to its geographical features? നിങ്ങളുടെ നാട്ടിലെ കൃഷിയും മറ്റു തൊഴിലുകളും ഭൂമിശാസ്ത്ര സവിശേഷതകളുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അതെ, ഇവിടുത്തെ ഏത് പ്രദേശത്തെയും അങ്ങനെ തന്നെയാണ്. എക്സാമിൻ ദം ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ടീച്ചറുടെ സഹായത്തോടെ മനസ്സിലാക്കാൻ സഹായിക്കും. എന്തൊക്കെയാണ് പോയിൻറ്റ്സ്? വെതർ കാലാവസ്ഥ, വാട്ടർ ബോഡീസ് ജലാശയങ്ങൾ, പ്ലെയിൻസ് നിരപ്പായ പ്രദേശം അല്ലെ സമതല പ്രദേശങ്ങൾ, ഹില്ലി ഏരിയാസ് മലയോര പ്രദേശം കുന്നിൻ പ്രദേശം, ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ മണ്ണിൻ്റെ വളക്കൂറ്, ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം, അതുപോലെ ഇൻഡസ്ട്രീസ് വ്യവസായങ്ങൾ. പ്രിപ്പയർ എ റീജിയണൽ geographical document incorporating the information of geographical features you have collected. നിങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളും പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ഉൾപ്പെടുത്തി ചുവടെ കൊടുത്തിട്ടുള്ള ശീർഷകത്തിൽ ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കണം. യൂസ് ദ ടൈറ്റിൽസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ശീർഷകങ്ങളാണ്, തലക്കെട്ടുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. പ്രസൻറ്റ് ദ ജോഗ്രഫിക്കൽ ഡോക്യുമെൻ്റ് ഇൻ ദ സോഷ്യൽ സയൻസ് ക്ലബ്. നിങ്ങളുടെ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബിൽ അത് അവതരിപ്പിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്? റീജിയണൽ ജോഗ്രഫിക്കൽ റെക്കോർഡ്സ് പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖകളാണ് വേണ്ടത്. അത് ഔട്ട്ലൈൻ ഓഫ് ദ ഏരിയ ഓർ വാർഡ്, നിങ്ങളുടെ പ്രദേശം അല്ലെ വാർഡ് ഉൾപ്പെടുന്ന രൂപരേഖ തയ്യാറാക്കണം. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഭൂമിശാസ്ത്ര സവിശേഷതകൾ കണ്ടെത്തണം. റിലേഷൻഷിപ്പ് ഓഫ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ വിത്ത് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ജനജീവിതത്തിന് ഭൂമിശാസ്ത്ര സവിശേഷതകളുമായുള്ള ബന്ധം കണ്ടെത്തി രേഖപ്പെടുത്തണം. പ്രോബ്ലംസ് ഫേസ്ഡ് അവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അതിനുള്ള സൊല്യൂഷൻസ് പരിഹാരങ്ങളും കണ്ടെത്തി എഴുതുമ്പോൾ നിങ്ങളുടെ റീജിയണൽ ജോഗ്രഫിക്കൽ ഡോക്യുമെൻ്റായിട്ട് മാറും. അതായത് പ്രാദേശിക ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഉൾപ്പെടുത്തിയ ഒരു രേഖ കണ്ടെത്താൻ സാധിക്കും. എല്ലാ കൂട്ടുകാരും അതിനായിട്ട് ശ്രമിക്കുക. യു ഹാവ് ഡിസ്കസ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് നമ്മൾ കണ്ടെത്താൻ പറഞ്ഞത്, ചർച്ച ചെയ്തത്. ആർ ദ ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് സിമിലർ ടു ദം. ഇതുപോലെയാണോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ? ആണോ? നോക്കാം. ഹൗ അബൌട്ട് ആൻ എൻക്വയറി ഇൻ ടു കേരളാസ് ഫിസിയോഗ്രഫി, സോയിൽ, വാട്ടർ, ക്ലൈമറ്റ് ആൻഡ് ക്രോപ്സ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾസ് ലിവ്സ്. അതായത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി, മണ്ണ്, ജലം, അതുപോലെ തന്നെ കാലാവസ്ഥ, വിളകൾ എന്നിവയെക്കുറിച്ചും അവ ജനജീവിതത്തിൽ ചെലുത്തുന്ന ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ്, അതായത് സ്വാധീനത്തെക്കുറിച്ചും ഉള്ള ഒരു അന്വേഷണമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഫിസിയോഗ്രഫി ഓഫ് കേരള, കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ്. അവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ 3 നിറങ്ങളാണ്, ഗ്രീൻ, റെഡ് ആൻഡ് ബ്ലൂ അല്ലേ? അവിടെയും എന്താണ്, ഡയറക്ഷനുണ്ട്, ഇൻഡെക്സ് ഉണ്ട്. ബ്ലൂ കോസ്റ്റൽ ഏരിയ, റെഡ് മിഡ്ലാൻഡ്, ഗ്രീൻ ഹൈലാൻഡ് എന്ന ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എത്ര മീറ്റർ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. കോസ്റ്റൽ ഏരിയ ബിലോ 7.5 മീറ്റർ, മിഡ്ലാൻഡ് ബിറ്റ്വീൻ 7.5 മീറ്റർ ആൻഡ് 75 മീറ്റർ, ഹൈലാൻഡ് എബവ് 75 മീറ്റർ. ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി. അതായത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഇങ്ങനെയാണെന്നാണ് നമുക്ക് ആ ഭൂപടത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ആ ഭൂപടത്തിൽ നിന്ന് നിരീക്ഷിച്ചിട്ട് കണ്ടെത്തേണ്ട ഉത്തരങ്ങളാണ്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്, ലിസ്റ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. ഭൂപടം നിരീക്ഷിച്ചിട്ട് താഴെ പറയുന്നവ കണ്ടെത്തി നോട്ട് ബുക്കിൽ കുറിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള. കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? അത് തന്നെ ഹൈലാൻഡ്, അതുപോലെ തന്നെ മിഡ്ലാൻഡ് ആൻഡ് കോസ്റ്റൽ ഏരിയ. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് മലനാട്, ഇടനാട്, തീരപ്രദേശം. ഹൈലാൻഡ് എന്ന് പറയുന്നത് മലനാട്, മിഡ്ലാൻഡ് ഇടനാട്, കോസ്റ്റൽ ഏരിയ തീരപ്രദേശം.
ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഫ്രം ദ സീ ലെവൽ. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് മുമ്പേ പറഞ്ഞത്. ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെ ഉയരം. ഹൈലാൻഡ് എബോവ് 75 മീറ്റർ, മിഡ്ലാൻഡ് ബിറ്റ്വീൻ 7.5 മീറ്റർ ആൻഡ് 75 മീറ്റർ, കോസ്റ്റൽ ഏരിയ ബിലോ 7.5 മീറ്റർ. അതാണ് അവിടെ ഉത്തരമായിട്ട് നൽകേണ്ടത്. ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് കേരള വിച്ച് ഈസ് അഡ്ജാസൻറ്റ് ടു ദ ലക്ഷദ്വീപ് സീ. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചേക്കുന്നു. ലക്ഷദ്വീപ് സീ ഇതാണ്. അതിനോട് തൊട്ടടുത്ത് കിടക്കുന്നത് നമുക്ക് മനസ്സിലാവും എന്താണ്, കോസ്റ്റൽ ഏരിയ. ലക്ഷദ്വീപിനോട് ചേർന്ന് കിടക്കുന്നത് എന്താണ്, കോസ്റ്റൽ ഏരിയ. ബ്ലൂ കളറാണ്. അപ്പം കോസ്റ്റൽ ഏരിയ തീരപ്രദേശമാണ്. അതാണ് അതിൻ്റെ ഉത്തരം. ഫിസിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് കേരള വിച്ച് ലൈസ് അലോങ് ദ സ്റ്റേറ്റ് ബോർഡേഴ്സ് ഓഫ് തമിഴ്നാടു ആൻഡ് കർണാടക. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം. അതായത് കർണാടകയും തമിഴ്നാടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് കിടക്കുന്നത് ഏതാ കൂട്ടുകാരെ? അത് തന്നെ, അതായത് ഹൈലാൻഡ് മലനാടാണ് അതിനോട് ചേർന്ന്, അതിൻ്റെ അടുത്ത് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. അപ്പോൾ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നൗ ലെറ്റ്സ് എക്സാമിൻ മോർ അബൌട്ട് ദ ഫിസിയോഗ്രഫി ഓഫ് കേരള. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ ഹൈലാൻഡാണ്, മലനാടാണ്. ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ ഹൈലാൻഡ് ഓൺ ദ ഫിസിയോഗ്രഫിക്കൽ മാപ്പ് ഓഫ് കേരള. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇതാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഇതാണ് ഹൈലാൻഡിൻ്റെ സ്ഥാനം. ഇറ്റ് ഈസ് എ ഫിസിയോഗ്രഫിക്കൽ സെക്ഷൻ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് അബൌട്ട് 75 മീറ്റേഴ്സ് അബവ് സീ ലെവൽ ആൻഡ് ഇൻക്ലൂഡ്സ് ഹിൽസ്, മൗണ്ടൻസ് ആൻഡ് പീക്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും അവിടെ എന്താണ് കുന്നുകളെ, മലകൾ, പർവ്വതം ഇവ ഉൾപ്പെടുന്നതുമായ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഏത്, മലനാട് അഥവാ ഹൈലാൻഡ്. ഹൈലാൻഡ് ഈസ് എ റീജിയൻ ദാറ്റ് റിസീവ്സ് ഹെവി റെയിൻഫോൾ ആൻഡ് ഇറ്റ് ഈസ് ജനറലി ഫുൾ ഓഫ് ഗ്രീനറി. നന്നായിട്ട് മഴ ലഭിക്കും, ഉയർന്ന തോതിൽ മഴ ലഭിക്കും. അതുപോലെ പൊതുവെ എങ്ങനെയാണ്, ഗ്രീനറിയാണ്, ഹരിതാഭമാണ്, പച്ചപ്പറന്ന പ്രദേശമാണ് മലനാട്. ഓൾ ദ 44 റിവേഴ്സ് ഓഫ് കേരള ഒറിജിനേറ്റ് ഫ്രം ദ ഹൈലാൻഡ്സ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്ന് ആണ്, ഈ ഹൈലാൻഡിൽ നിന്ന് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈലാൻഡിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനിയും നമുക്ക് ശ്രദ്ധിക്കുക, മിഡ്ലാൻഡ് റെഡ് കളറിൽ കാണുന്ന, ഈ ഭൂപടത്തിൽ കാണുന്ന റെഡ് കളറിലാണ് കാണുന്നതാണ് മിഡ്ലാൻഡ്. Locate the midland on the given map on the page 136. Finland is a physiographical division located between the highlands and the coastal region. ഇടനാടിൻ്റെ സ്ഥാനം എങ്ങനെയാണ്, മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. നോക്കിയാട്ടെ ചിത്രത്തിൽ കണ്ടോ, മലനാടിനും ഈ പച്ചയ്ക്കും നീലയ്ക്കും ഇടയ്ക്കാണ് റെഡ് കളർ അല്ലേ. അപ്പോൾ ഇവർക്ക് രണ്ടിനും മധ്യത്തിലായിട്ട് ഇടയ്ക്കായിട്ടാണ് നമ്മുടെ മിഡ്ലാൻഡിൻ്റെ സ്ഥാനം, ഇടനാടിൻ്റെ സ്ഥാനം. പേരിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കൂട്ടുകാർക്ക് സാധിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ മിഡ്ലാൻഡ് ഈസ് ദ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഹൈലാൻഡ് ആൻഡ് കോസ്റ്റൽ റീജിയൻ. ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഏരിയ റേഞ്ചസ് ഫ്രം 7.5 മീറ്റേഴ്സ് ടു 75 മീറ്റേഴ്സ് അബവ് ദ സീ ലെവൽ. ഇങ്ങനെ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. ദ മിഡ്ലാൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹില്ലോക്സ്, വാലീസ് ആൻഡ് റിവർ ബാങ്ക്സ്. അതായത് ചെറു കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. ഇത്രയുമാണ് ഇടനാടിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ഭൂവിഭാഗം കോസ്റ്റൽ ഏരിയ, തീരപ്രദേശമാണ്. ദിസ് ഈസ് എ ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഈസ് അഡ്ജാസൻറ്റ് ടു ദ ലക്ഷദ്വീപ് സീ. നമ്മളിവിടെ കണ്ടതാണ് ലക്ഷദ്വീപിനോട് ചേർന്ന് കാണുന്ന, കണ്ടോ ഈ ബ്ലൂ കളറിൽ കാണുന്ന ആ പ്രദേശമാണ് കോസ്റ്റൽ ഏരിയ. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗം. ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ കോസ്റ്റൽ റീജിയൻ, ദിസ് ഏരിയ ഹാസ് ആൻ ആൾട്ടിറ്റ്യൂഡ് അപ് ടു 7.5 മീറ്റേഴ്സ് അബവ് സീ ലെവൽ. അതായത് കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. 7.5 മീറ്റർ.
അവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്, കേരള പൊളിറ്റിക്കൽ മാപ്പ്. ഡയറക്ഷനുണ്ട്, എല്ലാ ഡിസ്ട്രിക്ട്സും കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടമാണ്. അതിൽ നിന്ന് നമ്മൾ ചില ഉത്തരങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലേസ് എ ട്രേസിംഗ് പേപ്പർ ഓവർ ദ ഗിവൺ പൊളിറ്റിക്കൽ മാപ്പ് ആൻഡ് ഡ്രോ ദ ഡിസ്ട്രിക്ട്സ്. നൽകിയിരിക്കുന്ന രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ മുകളിൽ ഒരു ട്രേസിംഗ് പേപ്പർ വെച്ച് ജില്ലകൾ വരച്ചെടുക്കുക. ദെൻ സൂപ്പർ ഇമ്പോസ് tracing paper properly on the physiographical map of Kerala in figure 2, page 136 and find the following. അതിനുശേഷം ഇതെല്ലാം വരച്ചെടുത്ത ട്രേസിംഗ് പേപ്പർ ചിത്രം കേരളത്തിൻ്റെ ഭൂപടത്തിന് മുകളിൽ ശരിയായ വിധം ക്രമീകരിച്ചിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ഈച്ച് ഡിസ്ട്രിക്ട്. ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട്സ് വിത്ത് കോസ്റ്റൽ ഏരിയാസ്, തീരപ്രദേശമുള്ള ജില്ലകൾ കണ്ടെത്തണം. അതുപോലെ ഡിസ്ട്രിക്ട്സ് കംപ്രൈസിങ് ഓൾ 3 ഫിസിയോഗ്രഫിക് കാറ്റഗറീസ്, 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ജില്ലകളും കണ്ടെത്തണം. അപ്പം കൂട്ടുകാർ ഇത് കണ്ടെത്തി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞ് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഉത്തരം കണ്ടെത്തി വെക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഉത്തരം അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും. എല്ലാവരും കണ്ടെത്തി വെക്കുമല്ലോ.